ഏകനായിരുന്ന് തപസ് ചെയ്യുന്ന ഋഷിവര്യന് എന്റെ പ്രണാമം. നിന്റെ ഇങ്ങോട്ടുള്ള ഈ വരവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പറയൂ, ആരാണ് നീ? ഞാനൊരു സാധാരണ പെണ്ണല്ല, ഞാനൊരു സുന്ദരിയാണ്. എന്താ, എന്നെ കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ നാടേതാണ്? എന്റെ നാട് ലങ്ക എന്ന രാജ്യമാണ്. അതെയോ? നിന്റെ പേരെന്താണ്? നിന്റെ ബന്ധുക്കളൊക്കെ ആരാണ്? എല്ലാം എന്നോട് പറയൂ. സ്വാമി, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചെടുത്തില്ലേ, ആ ബ്രഹ്മദേവന്റെ മകനായ കുലത്തിയ മുനിവര്യന്റെ പേരക്കുട്ടിയാണ് ഞാൻ. വൃസ്തമസ്തു എന്ന അദ്ദേഹത്തിന്റെ പുത്രിയാണ് ഞാൻ. ഓഹോ, അങ്ങനെയാണോ? അതെ. കൂടാതെ മുപ്പുരങ്ങളെയും അഗ്നിക്കിരയാക്കിയ ആ മഹാദേവന്റെ കൂട്ടുകാരനായ ആ കുബേരന്റെ സഹോദരിയാണ് ഞാൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ നീ ദൈവിക പാരമ്പര്യത്തിലുള്ള പെൺകുടിയാണല്ലേ? വേറെന്താണ് അറിയേണ്ടത്? അങ്ങനോട് ചോദിച്ചോളൂ, എങ്കിലല്ലേ എന്നെക്കുറിച്ച് എല്ലാം താങ്കൾക്ക് അറിയാൻ കഴിയൂ. ശരി, പറഞ്ഞുകൊള്ളൂ. പറയാം. ഈ ലോകത്തിലുള്ള 8 ദിശകളെയും എപ്പോഴും കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അഷ്ടഗജങ്ങൾ? അവരോട് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ കൊമ്പുകൾ തന്റെ നെഞ്ചിൽ കുത്തി ഒടിഞ്ഞുപോയപ്പോൾ അത് തിരിച്ചെടുക്കാൻ മനസ്സില്ലാതെ ആ കൊമ്പുകളിൽ നവരത്നങ്ങളെല്ലാം പതിച്ച് ഇന്നും തന്റെ നെഞ്ചിൽ അലങ്കാരമായി പതിച്ചു വച്ചിരിക്കുന്ന തൃക്കണ്ണനായ ആ ഈശ്വരന്റെ കൈലാസമലയെ തന്റെ കൈകൾ കൊണ്ട് എടുത്ത ആൾ, ത്രിലോകങ്ങൾക്കും അധിപതിയായ ലങ്കാപുരിയെ ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലാപതിയായ രാവണന്റെ സഹോദരിയാണ് ഞാൻ. ഓഹോ, അപ്പൊ നീയാ രാവണന്റെ സഹോദരിയാണല്ലേ? അതെ. ശൂർപ്പണഖ എന്നതാണ് എന്റെ പേര്. കാമവല്ലി എന്നത് എന്റെ ആജ്ഞയ്ക്കനുസരിച്ച് എന്നോടൊപ്പം വന്ന കവികളിട്ട പേരാണ്. അവർക്കാർക്കും തന്നെ ഞാൻ മയങ്ങിയില്ല. ഇപ്പോഴും ഞാൻ കന്യക തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങയെ. അല്ല, രാവണൻ അസുരനാണ്. അവന്റെ കുലത്തിലുള്ള എല്ലാവരും തന്നെ ക്രൂര സ്വഭാവക്കാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് മാത്രം എങ്ങനെയാണ് ഈ സുന്ദരമായ രൂപവും ഈ നല്ല ഗുണവും കിട്ടിയത്? സ്വാമി, അസുരഗണത്തിൽ ജനിച്ച എല്ലാവരും അഘോര രൂപത്തിലായിരിക്കില്ല എന്നത് അങ്ങേക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ സ്വാമി. ഞാൻ അസുരഗണത്തിൽ ജനിച്ചതാണെങ്കിലും അവരുടെ പ്രവൃത്തികൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ കൂട്ടം വിട്ട് തന്നെ ഞാൻ പിരിഞ്ഞ് തനിച്ചു വന്ന് ഒരുപാട് കാലം തപസ് ചെയ്തു. എന്റെ തപസ്സിൽ സന്തുഷ്ടനായി ദേവന്മാരുടെയെല്ലാം ദേവനായ ആ ശ്രീമാൻ നാരായണൻ. അതെ, നാരായണൻ. അദ്ദേഹം വൈകുണ്ഠത്തിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, ആ നാരായണനാണ് എനിക്ക് ഈ സൗന്ദര്യമുള്ള രൂപം തന്നത്. നീ എന്തായാലും വളരെ ഭാഗ്യവതിയാണ്. ശരി, നീ ലങ്കാപതിയുടെ സഹോദരിയാണെന്ന് പറയുന്നുണ്ടല്ലോ. നിന്നോടൊപ്പം തുണയായിട്ട് ആരും തന്നെ വന്നില്ലേ? ഞാനങ്ങോട് ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് അസുരന്മാരോടൊപ്പം വസിക്കുന്നതേ ഇഷ്ടമല്ല. ഞാൻ ദേവന്മാർക്കും
മുനിവര്യന്മാർക്കുമൊപ്പം സേവ ചെയ്തു നടക്കുകയാണ്. അങ്ങീ കാട്ടിൽ പുതുതായിട്ട് വന്ന് താമസിക്കുന്നത് കണ്ടപ്പോൾ അത് പിന്നെ ഞാൻ അങ്ങയോട് പറയൂ. എന്റെ ദൃഷ്ടിയിൽ തന്നെ എന്റെ ആഗ്രഹം അങ്ങേക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലോ. അതായത് ഞാൻ മടിക്കാതെ പറഞ്ഞുകൊള്ളൂ. അങ്ങേ പറയൂ. എന്നെപ്പോലെ നല്ല കുലത്തിൽ ജനിച്ച സ്ത്രീകൾ തങ്ങളുടെ ആഗ്രഹം അവർക്കങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയോ? അല്ലെങ്കിൽ അത് പറയാൻ തന്നെ സാധിക്കുമോ? ഭയം, നിഷ്കളങ്കത, നാണം, പവിത്രത എന്നീ 4 ഗുണങ്ങൾ സ്ത്രീകളുടെ കൂടപ്പിറപ്പാണ് എന്നീ കാര്യം അങ്ങേക്കെന്താ അറിയില്ലേ? ഓഹോ, നീ എന്നെ ആഗ്രഹിച്ചു വന്നിരിക്കുകയാണല്ലേ? ആവൂ, ഇത് മനസ്സിലാക്കാൻ അങ്ങേക്ക് ഇത്രയും സമയം വേണ്ടി വന്നല്ലേ? സ്വാമി, സമയം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഉള്ളിലെത്തി എന്റെ ശരീരമാകെ ഇപ്പോൾ കത്തിജ്വലിക്കുകയാണ്. കാമൻ എന്ന ആ ദുഷ്ടൻ തന്റെ കാമാസ്ത്രത്താൽ എന്നെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പക്കൽ നിന്നും അങ്ങാണെന്നെ രക്ഷിച്ചെടുക്കേണ്ടത്. പ്രിയേ, നീ രാവണന്റെ കുലത്തിലുള്ളതാണ്. ആയതിനാൽ ബ്രഹ്മകുലത്തിലുള്ളവളാണ്. അതായത് അന്ധന സ്ത്രീ. ഞാനോ രാജകുലത്തിൽ പിറന്ന ക്ഷത്രിയനാണ്. നാം ഇരുവരും ഒന്നിച്ചു ചേരാൻ കുലം എന്തായാലും സമ്മതിക്കില്ല. സ്വാമി, എന്റെ പിതാവാണ് ബ്രഹ്മകുലം, എന്റെ മാതാവ് അസുരകുലത്തിൽ, അതിലും അങ്ങയെപ്പോലെ ഒരു രാജകുലത്തിൽ ജനിച്ചവളാണ്. അരുന്ധതിയെപ്പോലെ പതിവ്രതയാണ്. ഞാൻ അവർക്കാണ് ജനിച്ചത്. അങ്ങ് കുലത്തിന്റെ പേരും പറഞ്ഞ് എന്നെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചാൽ പവിത്രയായ ഞാൻ മറ്റൊരാളിനെക്കുറിച്ച് ആലോചിക്കാതെ ഇപ്പോൾ തന്നെ പോയി എന്റെ ജീവൻ വെടിയാൻ പോവുകയാണ്. ശൂർപ്പണകേ, നിൽക്കൂ. ആവേശപ്പെട്ട് നിന്റെ ജീവൻ വെടിയരുത്. ഇനിയും നീ അനുഭവിക്കാനായിട്ടിവിടെ എത്രയോ കാര്യങ്ങളാണുള്ളത്. ആട്ടെ, മണ്ഡലാധിപതിയായ രാവണനും വലിയ ധനികനായ കുബേരനും നിന്റെ ജ്യേഷ്ഠന്മാരാണെന്ന് പറയുന്നു. അവരാരും അറിയാതെ തന്നെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ അത് ശരിയായിരിക്കുമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെന്നോട് ദേഷ്യപ്പെടുകയില്ലേ? സ്വാമി, നമ്മൾ രണ്ടുപേരും മനസമ്മതത്തോടെ മാല മാറ്റിക്കഴിഞ്ഞാൽ അത് ഗന്ധർവ വിവാഹമാണ്. അത് എന്നോടൊപ്പമുള്ളവരും എന്റെ ബന്ധുക്കളും എന്നെ അഭിനന്ദിക്കുകയല്ലാതെ എന്നെ ശപിക്കുകയില്ല. എന്റെ ജ്യേഷ്ഠന്മാരുടെയും ബന്ധുക്കളുടെയും സൗഹൃദവും അങ്ങേക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കാരണം ഈ ലോകം മുഴുവനും അങ്ങയെ അഭിനന്ദിക്കുകയും ചെയ്യും. എല്ലാ സമ്പത്തും ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കുടൻ കിട്ടുമല്ലോ അല്ലേ? അതെ സ്വാമി. വന്നാലും ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും ചെന്ന് ഗന്ധർവ വിവാഹം കഴിക്കാം. വന്നാലും സ്വാമി. ആഹാ, നിൽക്കൂ ശൂർപ്പണകേ, നിൽക്കൂ. ധൃതി കൂട്ടല്ലേ. ആരാണിവൾ? അഖില ലോകവും കണ്ട് അതിശയിക്കുന്ന സുന്ദരിയാണല്ലോ അവൾ. ഇതുപോലൊരു സുന്ദരിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഓഹോ, അപ്പോൾ ഞാൻ വരും മുമ്പേ ഇവളിവിടേക്ക് വന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കുടികൊണ്ടു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇവളെക്കുറിച്ച് വെറുപ്പുണ്ടാക്കി എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് ഓടിക്കണം. എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ എനിക്ക് കിട്ടുകയുള്ളൂ. സ്വാമി, ഇവൾ ആരാണെന്നറിയാമോ? ആരാണ്? ഈ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു രാക്ഷസിയാണ്. ഓഹോ, മനുഷ്യരെയും മൃഗങ്ങളെയും കൊന്നു തിന്നുന്നവളാണ്. അങ്ങനെയോ? അതെ, വഞ്ചകിയും മായക്കാരിയുമായ ഇവൾ അങ്ങയെ മയക്കി എടുക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്.
എന്നെ മയക്കുവാനാണോ? അതെ, ഇവളെ കാണുമ്പോ തന്നെ എനിക്ക് അറപ്പ് തോന്നുകയാണ്. അയ്യോ പാവം. ഇവളെ എന്തിനാണ് അങ്ങ് ആശ്രമത്തിലേക്ക് കയറ്റിയത്? ഇവളെ ആദ്യം ഇവിടുന്ന് അടിച്ചോടിക്കൂ. ഏയ്, പോടി ഇവിടുന്ന്. ആ? എടി പാപി, എന്ത് ധൈര്യമാ നിനക്ക്? എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എന്റെ കാമുകന്റെ തോളിൽ കൈവയ്ക്കുകയാണോ നീയാ? നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. കൈയെടുക്കാൻ. ശൂർപ്പണഖേ, നിൽക്കൂ. ഇവൾ വേറെ ആരുമല്ല, എന്റെ ധർമ്മപത്നിയാണ് സീത. സ്ത്രീയെ, ഏകപത്നി വ്രതനായ ഇദ്ദേഹം തപസ്സു ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആയതിനാൽ നിന്റെ ബന്ധുക്കളും മാതാപിതാക്കളും തിരഞ്ഞെടുക്കുന്ന ഒരാളെ വിവാഹം കഴിച്ച് നീ ജീവിക്കണം. എത്രമാത്രം ആഗ്രഹിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ അങ്ങ് കബളിപ്പിച്ചു കളഞ്ഞു. എടി വഞ്ചകി, ഇതിന് ഒരിക്കൽ നിന്നോട് ഞാൻ തീർച്ചയായും പകരം വീട്ടിയിരിക്കും. അല്ല, ഇന്നലെ ആ ഋഷിവര്യനെ കണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇന്നലെ മുഴുവൻ നിങ്ങളെ കാണാനേ കഴിഞ്ഞില്ലല്ലോ. ഇന്ന് ആറ്റിൻകരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒന്നും സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാ? നിങ്ങൾ ആ ഋഷിവര്യനെ കണ്ടുവോ അതോ ഇല്ലയോ? കണ്ടു ആ ദുഷ്ടനായ ഋഷിവര്യനെ. എന്തുപറ്റി? ആ ഋഷിവര്യൻ നിങ്ങളുടെ ആഗ്രഹത്തെ സ്വീകരിച്ചില്ലേ? കണ്ടപ്പോൾ നന്നായിട്ട് തന്നെ സംസാരിച്ചത്. കുലവും ഗോത്രവും ഒക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. ആഹാ, ഗന്ധർവ വിവാഹത്തിന് അദ്ദേഹം സമ്മതിച്ചുവെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പെട്ടെന്നാണെങ്കിൽ ഭാര്യയാണെന്നും പറഞ്ഞ് അവിടേക്ക് സീത എന്ന പേരുള്ള ഒരുത്തി വന്നു നിന്നു. അവൾ തന്റെ പത്നിയാണെന്നും താൻ ഏകപത്നി വ്രതക്കാരനാണെന്നും പറഞ്ഞു. നീ വേറെ ആരെയെങ്കിലും നോക്കിക്കോളൂ എന്നും തുറന്നടിച്ചു പറഞ്ഞു. ഒന്ന് ചോദിക്കട്ടെ, ആ സീത നിങ്ങളെക്കാളും വലിയ സുന്ദരിയാണോ? ഛീ, വായടിക്ക്. പെണ്ണാണെന്ന് പറയാം, പക്ഷേ എന്റെ അടുത്തുപോലും വരില്ല. മാലിനി, അവളെ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വേർപെടുത്തിയാലേ എനിക്ക് അദ്ദേഹത്തെ കിട്ടുകയുള്ളൂ. അതെ, ഇപ്പോ ആ സീത അദ്ദേഹത്തിന്റെ അടുത്തില്ലല്ലോ. നീ എന്താണ് പറഞ്ഞു വരുന്നത്? അതാ അങ്ങോട്ട് നോക്കൂ. ആ ഋഷിവര്യൻ സൂര്യനമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഇപ്പോ ആ സീത പണ്ടകശാലയിൽ തനിച്ചല്ലേ ഉണ്ടാവുക? അതെ അതെ, ഇത് നല്ല സന്ദർഭമാണ്. ഇപ്പോ തന്നെ ചെന്ന് അവളുടെ കഥ ഞാൻ തീർത്തിട്ട് വരാം. എന്ത്? അവരെ കൊല്ലാൻ പോവുകയാണോ? അതൊന്നും വേണ്ട. അവരും നമ്മളെപ്പോലൊരു സ്ത്രീയല്ലേ. അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അവളെ കടത്തിക്കൊണ്ടുവന്ന് എന്റെ ജ്യേഷ്ഠനായ മണ്ഡലാപതി രാവണന്റെ കോട്ടയിൽ ഞാൻ അടച്ചുവെക്കാൻ പോവുകയാണ്. ഈ കാലം മുഴുവനും അവൾ ലങ്കാപുരിയിൽ എന്റെ ജ്യേഷ്ഠന്റെ ഇഷ്ടകാമുകിയായി, അടിമയായി, ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ അടിമയായി കിടക്കട്ടെ. എന്നിട്ട് ഞാൻ അവളുടെ രൂപമെടുത്ത് ഇദ്ദേഹത്തോടൊപ്പം ജീവിക്കും. ഇതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ ഋഷിവര്യൻ നിങ്ങളുടെ ജ്യേഷ്ഠനെ ശപിക്കുകയാണെങ്കിലോ? എന്റെ ജ്യേഷ്ഠൻ രാവണൻ ഒരു വലിയ പർവ്വതം പോലെയാണ്. എന്റെ ജ്യേഷ്ഠന്റെ അടുത്ത് ഇദ്ദേഹം വെറും ഒരു കുന്നുപോലെയാണ്. ഇദ്ദേഹത്തിന്റെ ശാപം കൊണ്ട് എന്റെ ജ്യേഷ്ഠന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താലും എനിക്കതേക്കുറിച്ച് ഓർത്ത് യാതൊരു സങ്കടവുമില്ല. കാരണം എന്റെ ഭർത്താവിനെ വഞ്ചനയിലൂടെ കൊന്ന് എന്റെ നല്ലൊരു ജീവിതത്തെ നശിപ്പിച്ച് എന്റെ സുഖങ്ങളെ ഇല്ലാതാക്കി എന്റെ മാംഗല്യത്തെ നശിപ്പിക്കുകയും ചെയ്ത്
എന്നെ വിധവയാക്കിയവനല്ലേ എന്റെ ജ്യേഷ്ഠൻ രാവണൻ. ഇന്ന് എന്റെ സുഖങ്ങൾക്ക് വേണ്ടി ജ്യേഷ്ഠന് അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു കുറ്റവുമില്ല. സത്യത്തിൽ അത് ന്യായം തന്നെയാണ്. ഓഹോ, എറിയുന്നത് ഒരു കല്ലും കിട്ടാനുള്ളത് 2 കനികളുമാണല്ലേ? ആ, നടക്കട്ടെ. ശരി, ഞാൻ പോയി ആ സീതയുടെ കഥ കഴിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ തന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ശരി. ആരാണിവൻ? ഇവൻ എവിടെ നിന്നാണ് വന്നത്? ഇന്നലെ ഞാൻ ഇവനെവിടെ കണ്ടതേയില്ലല്ലോ. ഇവനും ആള് സുന്ദരൻ തന്നെയാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങിയാലും അതിന് നിലാവാകാൻ കഴിയില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും ശരി, ആ ഋഷിവര്യനെ സ്വന്തമാക്കുന്നതായിരിക്കണം എന്റെ ലക്ഷ്യം. അതിന് തടസ്സമായിരിക്കുന്ന ആ സീതയെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് തുടച്ചു നീക്കണം. ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കോ? കണ്ടിട്ട് വലിയ ദേഷ്യക്കാരനെ പോലെ തോന്നുന്നു. ഇവന്റെ ദേഷ്യം എന്നെ എന്ത് ചെയ്യാനാണ്? ഏയ് നാരി, നിൽക്ക്. ആരാണ് നീ? ഇത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ആരാണെന്നറിയാമോ? മണ്ഡലാധിപതി രാവണേശ്വരന്റെ സഹോദരിയാണ്. എന്റെ പേര് ശൂർപ്പണഖ. ഈ കാട് ഞങ്ങൾക്ക് സ്വന്തമാണ്. ഇവിടെ വന്ന് താമസിക്കുന്ന നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ അയോധ്യ മഹാരാജാവ് ദശരഥ ചക്രവർത്തിയുടെ പുത്രൻ ലക്ഷ്മണൻ. എന്റെ ജ്യേഷ്ഠനായ രാമൻ തപസ് അനുഷ്ഠിക്കുവാൻ വേണ്ടി ഈ വനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് തുണയായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഹോ, അനിയൻ തന്നെ തുണയായിട്ട് വന്നിരിക്കുകയാണല്ലേ? അതെന്തായാലും കൊള്ളാം. ദാ ഇങ്ങോട്ട് നോക്ക്. തുണയായിട്ട് വന്നവൻ നല്ല ദൂതനായിട്ടും ഇരിക്കണം, അതുപോലെ തന്നെ നല്ല മന്ത്രിയായിട്ടും ഇരിക്കണമെന്ന് പറയും. ഇന്നലെ ഞാൻ നിന്റെ ജ്യേഷ്ഠനെ കണ്ടിരുന്നു. കണ്ട ഉടൻ തന്നെ അദ്ദേഹം എന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി. നീ എന്താ പറഞ്ഞത്? ധൃതി വെക്കാതെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം എന്റെ ആഗ്രഹങ്ങൾ നിരസിച്ചു. ഞാൻ ലങ്കാപതി രാവണന്റെ സഹോദരിയാണ്. നിന്റെ ജ്യേഷ്ഠനോട് എന്നെ വിവാഹം കഴിക്കാൻ നീ പറയണം. ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു തരാം. ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ലക്ഷ്മണ, നിങ്ങളുടെ ഈ വാസസ്ഥലം ഞാൻ ഇപ്പോൾ തന്നെ നശിപ്പിച്ചു കളയും. ഈ വനത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഞാൻ വിരട്ടി ഓടിക്കും. ഏയ് നാരി, നിനക്ക് ഞങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈ വിധം പുലമ്പുന്നത്. ഉടൻ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവൻ നിന്റെ ഉടൽ വിട്ടു പോകുന്നതാണ്. ലക്ഷ്മണ! ഓഹോ, എന്നെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ നീ? ഈ ദുഷ്ടൻ എന്റെ മൂക്കിനെ അറുത്തു കളഞ്ഞു ജ്യേഷ്ഠ. ഈ ദുഷ്ടത ചോദിക്കാനായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ലേ ജ്യേഷ്ഠ? ഇവിടെ ആരും തന്നെ ഇല്ലേ ജ്യേഷ്ഠ? എന്താണ് സംഭവിച്ചത്? കണ്ടോ, നിങ്ങളുടെ അനുജന എന്നോട് ചെയ്ത ദുഷ്ടതരം നിങ്ങൾ കണ്ടോ? എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നിങ്ങളെ കാണാനായിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ദേഷ്യപ്പെട്ട് എന്റെ മൂക്കിനെ നിങ്ങളുടെ അനുജൻ വെട്ടി നീക്കി. ഇങ്ങോട്ട് നോക്കൂ, തപസ് ചെയ്യാനായിട്ട് വന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ ലക്ഷ്മണ. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ജ്യേഷ്ഠ, അങ്ങിവളുടെ ആഗ്രഹം വിസമ്മതിച്ചതിനാൽ ഇവൾ ആശ്രമം തന്നെ നശിപ്പിക്കാനായി വന്നു. ഇവളുടെ അഹങ്കാരം തീർക്കുവാനായിട്ട് ഇവളുടെ മൂക്ക് ഞാൻ ഛേദിച്ചെടുത്തു. ഇല്ല, ഇവൻ പറയുന്നത് കളവാണ്. ഞാൻ നിങ്ങളുടെ ആശ്രമത്തെ നശിപ്പിക്കാനായിട്ട് വന്നതല്ല.
അങ്ങയെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇവൻ എന്റെ മോക്കിനെ അറുത്തെടുത്തത് എന്റെ ജ്യേഷ്ഠന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കുലത്തെ തന്നെ നശിപ്പിച്ചു കളയും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരവസരം തരാം. എന്നെ നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ വന്ന് ഉപദ്രവിക്കാതെ ഞാൻ നിങ്ങളെ രക്ഷിച്ചെടുക്കാം. ഇങ്ങനെ സംഭവിച്ചു പോയോന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. എന്റെ മായവിദ്യ കൊണ്ട് മുന്നേക്കാൾ സുന്ദരിയായിട്ട് എനിക്ക് മാറാൻ കഴിയും. ദയവ് ചെയ്ത് അങ്ങതിന് സമ്മതിക്കണം. ദാ ഇങ്ങോട്ട് നോക്കൂ ശൂർപ്പണഖേ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തപസ് ചെയ്യുവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ അസുരകുലത്തെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ കൂടിയാണ്. അതിന്റെ ആദ്യ ഭാഗമാണ് നിന്റെ ഈ മൂക്കറുത്തെടുത്തത്. ഇനി നിങ്ങളുടെ ആ വലിയ സേന ഇങ്ങോട്ട് വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറായി തന്നെ ഇരിക്കുകയാണ്. വേഗം ഇവിടുന്ന് പൊയ്ക്കൊള്ളുക. ഓഹോ, അത്രയ്ക്ക് ധൈര്യമാണല്ലോ നിങ്ങൾക്ക്. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ ജ്യേഷ്ഠന്മാരോട് നിങ്ങളെക്കുറിച്ച് പറയാൻ പോകുകയാണ്. അവർ കാറ്റിനേക്കാളും വേഗത്തിൽ കനലിനേക്കാളും പൊള്ളുന്നവരായി ഈ കാട് തന്നെ വിറയ്ക്കുന്നത് പോലെ വലിയ സേനയുമായി ഇവിടെ എത്തും. അവരോടൊപ്പം കാലനും ഇങ്ങോട്ട് വരും. നിങ്ങളുടെ കണക്കുകൾ തീർക്കാൻ കാത്തിരിക്ക.